നല്ലത് ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. നാശം മാത്രമേ അത് വിളിച്ചു വരുത്തുള്ളൂ. കാരണം ഇപ്പോൾ തന്നെ കേരളത്തിലെ ആളുകൾ പ്രതികരിക്കുകയും ഡിവൈഡ് ചെയ്ത് നിൽക്കുന്നേ അത് അവർ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇവർ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്യുന്ന തീവ്രവാദത്തിന്റെ ബഹിർസ്ഫുരണമാണ് ഇന്ന് സമൂഹം ഇതുപോലെ ഡിവൈഡായി നിൽക്കുന്നത്. അല്ലാതെ അവർ നല്ലത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതല്ല ഇതൊന്നും. അതുപോലെ തന്നെ ഈ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച ലവ് ജിഹാദ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം മുസ്ലിം ബ്രദർഹുഡ് പല രാജ്യങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങളുടെ അതേ സാധനം തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ തീവ്രവാദം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ നൈജീരിയയുടെ അടിസ്ഥാനത്തിൽ നൈജീരിയ കാണാതെ ഇരിക്കുന്നവരുണ്ട്. നൈജീരിയ കാണാതെ ഇരിക്കുന്നത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള ഒരു അടിമത്തത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ നൈജീരിയ കാണാതെ ഇരിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ള, തീവ്രവാദ പ്രസ്ഥാനങ്ങളോട്, തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ഈ ഗാസയിലെയും അതുപോലെ തന്നെ സിറിയയിലെയും അഫ്ഗാനിസ്ഥാനിലെയും എല്ലാം തീവ്രവാദത്തിന്റെ അനന്തരഫലം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതേ നാശം തന്നെയായിരിക്കും തീവ്രവാദമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലും വരുന്നത്. അതുകൊണ്ട് തന്നെ നൈജീരിയയ്ക്കും കേരളത്തിനും ഒരു സമാനതയുണ്ട്. അത് നമ്മൾ മറക്കാതിരിക്കുക, നൈജീരിയയുടെ കണക്കുകളൊന്നും ആരും പറയാതിരിക്കുമ്പോൾ.